എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ. സോ ഈ വർഷത്തെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഖത്തറിലെ ടോർബ ഫാമിൻ്റെ മുമ്പിലാണ്. സോ സിയ, എല്ലാവർക്കും ഒരു ഹായ് പറ. ഹായ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. സോ നമുക്ക് പോയൊക്കെ അല്ലേ ഫ്രണ്ട്സ്? അല്ലേ സിയ? നമുക്ക് പുതിയ കാഴ്ചകളൊക്കെ കാണണ്ടേ? വാ. ഇവിടെ എൻട്രൻസ് ഒക്കെ അടിപൊളിയാണ്. സൺഫ്ലവർ അല്ലേ? സൺഫ്ലവർ ആണിത്. ഇവിടുത്തെ എൻട്രി ഫീ 75 ഖത്തർ റിയാൽസ് ആണ് പെർ അഡൽട്ട്. എൻട്രി ഫീ 50 ഖത്തർ റിയാൽസ് ആണ് 5 to 12 ഇയേഴ്സ് കിഡ്സിന്. സൺഫ്ലവർ ഇഷ്ടപ്പെട്ട, നല്ല ഭംഗിയില്ലേ? ശരിക്കും ഇഷ്ടപ്പെട്ടോ? എൻട്രൻസ് കഴിഞ്ഞ് ഉള്ളിൽ പ്രവേശിച്ചാൽ ഇവിടെ ഇത് സോൺ 3, സോൺ 13, സോൺ 15 ഒക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അവർ ഒരു റൂട്ട് മാപ്പൊക്കെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഓരോ സ്ഥലം കാണാൻ പോകുന്നത്. ഇവിടെ ബോർഡിൽ സോൺ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സോൺ 11 ആനിമൽ സോണിലാണ്. ആനിമൽസ് കാണാ? സിയ ഇവിടെ ആനിമൽസ് കാണാൻ മാത്രമേ വന്നത് അല്ലേ സിയ? വാ, നോക്ക് ഗോട്ട്. അയ്യോ, നോക്ക് സിയ. ആനിമൽസിന്റെ പ്ലേസിലാണ്. നമുക്ക് പോണി ഗോട്ടൊക്കെ ഉണ്ട്. തട്ടില്ല. ഇവിടെ കവൊക്കെ ഉണ്ട്. ഹോഴ്സ്, പിന്നെ ക്യാമൽ. നോക്ക്, ഹോഴ്സ് ഭക്ഷണം കഴിക്കാം അല്ലേ? ശരി, നമുക്ക് ക്യാമലിനെ കാണാം. വാ. ക്യാമലുണ്ടോ? എന്ത് ഇവിടെ ഒരു നല്ല വാട്ടർ ഫൗണ്ടൈൻ ഉണ്ടല്ലോ. തവള. അങ്ങനെ ഇപ്പോൾ നമ്മൾ പ്ലേ ഏരിയയിലെത്തി. ഇവിടെ ഒരു ട്രാംപോളിൻ ഉണ്ട്. ആണോ പൊട്ടു? പൊട്ടിയിട്ടുണ്ട്. ഇത് ബാംബു പിന്നെ സ്റ്റിക്സ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജാണ്. ഇതിലോട്ട് പോവാ. ഇവിടെ കുറച്ച് നല്ല ഉണ്ട്. സോൺ 11 തന്നെ ഇവിടെ ഒരു റോസ് ഗാർഡനും ഉണ്ട്. ഇവിടെ ക്ലീൻ ചെയ്യാണ്. ഇത് മോശമായിട്ടുള്ള ഫ്ലവേഴ്സും ഗ്രാസൊക്കെ
ഈ റോസ് നല്ലതാ. ഇതൊരു വുഡൻ ഹൗസ് ആണ്. സോ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു ഗോട്ട്. സ്മോൾ ഗോട്ടിനൊക്കെ ഉണ്ടോ? ഷീപ്പ് നോക്കി, ഷീപ്പ് ചെയ്യാം. അത് പിടിക്കും. ഇവിടെ ഒരു നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. സിയാ ഇവിടെ പിടിക്കാം. ഡോങ്കി അല്ല, ഇത് പോണിയാണ്. ഇതല്ല, ഇതില്ല. ഇത് ജിറാഫ് ഉണ്ട്, സീബ്ര ഉണ്ട്, പോണി ഉണ്ട്. നമ്മളിപ്പോൾ സോൺ 8 ഇവിടെ സാക്രഡ് ഗാർഡൻ ഉണ്ട്. അപ്പം നമുക്കതൊന്ന് കണ്ടുനോക്കാം. ഇവിടെ ഹണി കളക്ട് ചെയ്യാൻ കുറേ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൽ തേനീച്ചകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അടുത്തോട്ടൊന്നും പോയില്ല അധികം. ഈ ഒരു മെത്തേഡിന്റെ പേര് അപ്പിക്കൾച്ചർ എന്നാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കാബേജ് ഫാമിലാണ്. അതിന്റെ കൂടെ കുറെ മെറിഗോൾഡ് പ്ലാന്റ്സും ഉണ്ട്. ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ക്യാബേജ് ആണോ? അങ്ങനെ നമ്മൾ നടന്നു വന്ന് ക്ഷീണിച്ചപ്പോൾ നമുക്കൊരു ബഗ്ഗി കിട്ടി. സോ നമ്മൾ ഒരു ഫാം ടൂർ നടത്താൻ പോവാണ്. ഗ്രീൻ ഹൗസ്. ക്യാബേജ്, തുളസി ഉണ്ട്. ഈ കാണുന്നതൊക്കെ സീഡ് പ്രൊപ്പഗേഷൻ ഏരിയ ആണ്. ഇവിടെ ഫാമിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ സോയിൽ മാനുവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇത് നാച്ചുറൽ ക്ലാസ് റൂം ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അരോമ ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ആണ്. ഇത് മറ്റേ പ്ലാൻ. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് 2025 എന്ന റോസ് ഫ്ലവർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് പ്ലാന്റ്സിൽ നിന്നും അരോമ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന യൂണിറ്റ് ആണിത്. ഇതൊരു ലാർജ് സ്കെയിൽ ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ആണ്. നല്ല ഭംഗിയുണ്ടല്ലേ? കുളിപ്പിച്ചിട്ട് കിച്ചൺ. ഇത് ഓവനില്ല, പിസ്സയൊക്കെ ഉണ്ടാക്കുന്ന. ഇതൊരു ഓവനാണ്. ഇതിൻ്റെ അകത്ത് പിസ്സയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കാണാറില്ലേ? ട്രഡീഷണൽ മെത്തേഡ്.
ഒരു ഫാം ഹൗസ് ആണ്, ടോർബ ഫാമിൻ. ഫാം ഹൗസിൻ്റെ ഉള്ളിൽ കയറുമ്പം നല്ലൊരു ഡൈനിങ് ഏരിയ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിന്റിങ്സ് ഒക്കെ ഉണ്ട്. I think it's a fountain or shower, the model of shower. So ഒരു റൂമുണ്ട്, അപ്പോത്തിക്കേരി. ഇവിടെ സ്കിൻ കെയർ പ്രോഡക്ട്സ്, എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഫാമേഴ്സിന്റെ ഉള്ളിൽ തന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ അകത്തും പുറത്തും നമുക്ക് ഫുഡ് ഓപ്പൺ എയറിൽ കഴിക്കാവുന്നതാണ്. ഫാം ഹൗസിന്റെ ഔട്ട്സൈഡ് ഒരു പോണ്ട് ഉണ്ട്. ഹാപ്പി ന്യൂ ഇയർ. ഞാനിപ്പോൾ നിൽക്കുന്നത് സോൺ 13 സെറനിറ്റി യോഗ ഹില്ലിലാണ്. താഴെ പോണ്ട് നോക്ക്. ഇവിടെ നല്ല വ്യൂ ആണ്. സൺസെറ്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അയ്യോ വീഴല്ലേ. സോ നമ്മളിവിടെ രാവിലെ 7 മണിക്ക് എത്തിയതാണ്, 7 o'clock. സോ അത് കഴിഞ്ഞ ശേഷം നമ്മളിവിടെ സീഡ് പ്രൊപ്പഗേഷനും ആനിമൽസിനെയും പിന്നെ നമ്മൾ അരോമ ഡിസ്റ്റിൽ യൂണിറ്റ് ഒക്കെ കണ്ടു.
അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഫാം ഹൗസിൽ. ഇവിടെ വരുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറും ലൈക്ക് നടക്കാനും പിന്നെ കുറേ കാണാനും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഹാപ്പി ന്യൂ ഇയർ 2025. ആ